ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ ഗാഥ കൈകൊണ്ട് കഴിക്കുന്നേ? താൻ സ്പൂണും ഫോർക്കും ഉപയോഗിച്ചല്ലേ കഴിക്കാറ്? നിങ്ങളെല്ലാവരും വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? അമ്മാവനമ്മായിക്കും ഇപ്പൊ സംശയം ബലപ്പെട്ടില്ലേ? ഇത് ഗാഥയുടെ സംസാര രീതിയിലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ് മോനെ, 100% ഉറപ്പാണ്. എന്താ മണിക്കുഞ്ഞ്, തനിക്ക് തോന്നുന്നുണ്ടോ? അല്ല സാറേ, അതിപ്പോ ഞാൻ വാ തുറന്ന് പറയടോ, ഇതല്ല ഗാഥയുടെ സംസാരം. യെസ്, ഇതല്ല. പക്ഷെ ഗാഥയുടെ ഈ സംസാരം ഇതിനു മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഗാഥ എൻ്റെ അടുത്ത് സംസാരിച്ചത് ഇതേപോലെ. ആദ്യം എനിക്ക് അത്ഭുതം തോന്നി, പക്ഷേ ഐ റിയലി ലവ്ഡ് ഇറ്റ്. എന്താ പറയാ, ഗാഥയുടെ സംസാരത്തിന് ഒരു സ്വീറ്റ്നെസ് ഉള്ളതുപോലെ. പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന പോലെ. ഇന്നലെ ഞാനത് പറയുകയും ചെയ്തു. ആ സംസാരം നല്ലതാ, അത് കണ്ടിന്യൂ ചെയ്തോളൂ, അല്ലേ ഗാഥ? അതെ. മോളുടെ ഈ രീതി എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈ മുറി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴേ എന്തോ ഒരു അകലം പോലെ. അല്ല, ഒന്ന് ഇരുട്ടി നേരം വിളിക്കുമ്പോഴേക്കും ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റും? പറ്റും അമ്മായി. ഗാഥ ശ്രീനിവാസിന് പറ്റും. ഷീ ഈസ് കേപ്പബിൾ ഫോർ എനിത്തിങ്. ദാറ്റ്സ് മൈ ഗാഥ. അതെ, നമുക്കെന്നാ ഭക്ഷണം കഴിക്കാനിരുന്നാലോ? അത് നല്ലൊരു തീരുമാനമാണ്. അതാവുമ്പോ കഴിപ്പ് സംസാരമൊക്കെ ഒരുമിച്ച് നടക്കുമല്ലോ. എണീര് വാ. എങ്കി വരൂ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. സിനി വരും, എല്ലാരും വരും. വരുമേ. ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നിൽക്കോ? ശരി മാഡം. മോളെന്താ ഇരിക്കാത്തത്? അതിഥികളല്ലേ, ആദ്യം കഴിക്കണ്ടേ? ഓ, അച്ചടക്കം കൂടി വല്ലാണ്ടായി പോയല്ലോ എന്റെ കുട്ടി. മോളങ്ങോട്ട് ഇരുന്നേ. ഇരിക്കും മോളെ. നവീന്റെ അടുത്തിരുന്ന് മോളും കൂടി കഴിക്ക്. ഇരിക്കേ. അത് ഞാൻ സിത്താരെ, പാചകത്തിന് വേറെ ആളുണ്ടോ ഇവിടെ? ഒരാള് വരും, പക്ഷെ അവള് മാത്രല്ല, ഞങ്ങൾ എല്ലാരും കുക്ക് ചെയ്യും. അത് നല്ലതാ. ഗാഥമോൾ എങ്ങനെ പാചകമൊക്കെ? ഞാൻ എല്ലാം വെക്കും മുത്തശ്ശി. അന്ന് ഗാഥ പറഞ്ഞല്ലോ കിച്ചണിലൊന്നും അങ്ങനെ കേറാറില്ലെന്ന്. അല്ല,
കിച്ചണിൽ അങ്ങനെ കേറാറില്ല. പക്ഷെ കേറുമ്പോ നന്നായിട്ട് കുക്ക് ചെയ്യും. അതാ പറഞ്ഞേ. മോളെന്താ നോക്കിയിരിക്കുന്നേ? കഴിക്കേ. ഇതെന്താ ഗാഥ കൈകൊണ്ട് കഴിക്കുന്നേ? താൻ സ്പൂണും ഫോർക്കും ഉപയോഗിച്ചല്ലേ കഴിക്കാറ്? ഗാതമൊക്കെ ഇപ്പൊ മൊത്തത്തിൽ ഒരു ചേഞ്ച് ആണല്ലോ അല്ലേ? നവീൻ എന്തൊന്നും കഴിക്കാതെ? കുഴപ്പമില്ല മേഡം, അതൊക്കെ എടുത്ത് കഴിക്കാലോ. അല്ല സാറേ, ഈ മാഡം വിളിയൊക്കെ അവസാനിപ്പിക്കേണ്ടതല്ലേ? അച്ഛാ, അഭിപ്രായം എന്താ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ മാണിക്കുഞ്ഞെ? ആന്റിന്നോ അമ്മയെന്നോ വിളിച്ചാലേ ഗൗരവം കുറയുന്ന സിത്താരയ്ക്ക് തോന്നിക്കാണും. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നിർമ്മല.